പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സംഘർഷം കൂടുതൽ ഗുരുതരമാകുന്നു. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ വ്യാപക ആക്രമണമുണ്ട്. വരും മണിക്കൂറുകളിൽ സ്ഥിതി ഏറെ രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ട്. ജോർദൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 21 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആക്രമണം ഘടിപ്പിച്ചത്. ആക്രമണത്തിൽ അമേരിക്കയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്ങറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതുകൂടാതെ ചില കമാൻഡ് കേന്ദ്രങ്ങൾ തകർത്തതായും ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുകയാണ്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ബഹ്റിനിലെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയിലെ നാവികസേനാ ആസ്ഥാനവും ജോർദനിലെയും കുവൈത്തിലെയും വ്യോമതാവളങ്ങളും ആക്രമണ ലക്ഷ്യങ്ങളുണ്ടായിരുന്നുവെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഭൂരിഭാഗം ആക്രമണങ്ങളും പ്രതിരോധ സംവിധാനങ്ങൾ വഴി തടഞ്ഞെന്നും വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് മറ്റു രാജ്യങ്ങൾ GCC രാജ്യങ്ങൾ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക സഹായമടക്കം ശക്തമായ രീതിയിൽ അവിടെ ഇടപെടലുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്ത സംഭവത്തെ തുടർന്നുണ്ടായ ആരോപണങ്ങൾക്കും പിന്നീട് ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്കുമുള്ള മറുപടിയായിട്ടാണ് ഈ പുതിയ നടപടിയെ ടെഹ്റാൻ വിശദീകരിക്കുന്നത്. അമേരിക്കയുടെ ഏത് തരത്തിലുള്ള സൈനിക നീക്കത്തിനും അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്. മേഖലയിൽ സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കായിരിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. അതേസമയം സംഭവവികാസങ്ങളെ വളരെ ജാഗ്രതയോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി സുരക്ഷാ ആശങ്കകൾ കൂടുതൽ ശക്തമായതോടെ അന്താരാഷ്ട്ര വിപണികളും സമ്മർദ്ദത്തിലാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ലെങ്കിലും പശ്ചിമേഷ്യയിലെ പുതിയ സംഭവവികാസങ്ങൾ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.